$224 മില്യൺ, അതായത് 2100 കോടിയിലധികം ഇന്ത്യൻ രൂപ. ഒബ്സഷൻ്റെ ഇതുവരെയുള്ള ആഗോള കളക്ഷനാണ്. സിനിമ കയറിയങ്ങ് ഹിറ്റായതോടെ എല്ലാവരുടെയും ചോദ്യം ഒന്നായിരുന്നു, ആരാണ് ഇതിൻ്റെ സംവിധായകൻ, അയാളുടെ മുൻ വർക്കുകൾ ഏതൊക്കെയാണ്? ഇതറിയാൻ നമ്മൾ യൂട്യൂബിൽ കയറി കറി ബാക്കർ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ എത്തുക ദാറ്റ്സ് എ ബാഡ് ഐഡിയ എന്നൊരു യൂട്യൂബ് പേജിലേക്കാണ്. മീറ്റ് കറി ആൻഡ് കൂപ്പ്, എ ഹൊറിബിൾ സ്കെച്ച് കോമഡി ഡുവോ. ഇതാണ് ആ യൂട്യൂബ് പേജിൻ്റെ ഡിസ്ക്രിപ്ഷൻ. തൻ്റെ 18ാം വയസ്സിൽ കറി ലോസ് ആഞ്ചൽസിലെ ന്യൂയോർക്ക് ഫിലിം അക്കാഡമി ക്യാമ്പസിലെത്തി. അവിടെ വെച്ചാണ് സഹപാഠിയായ കൂപ്പർ ടോംലിൻസണെ കറി പരിചയപ്പെടുന്നത്. ഇരുവരും വീക്കെൻഡ്സിൽ വീഡിയോകൾ ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിടും. ബാക്കർ എഴുതി രണ്ടുപേരും അഭിനയിക്കുന്ന കോമഡി പ്ലോട്ട് ലൈനുള്ള 10-15 മിനിറ്റ് ഡ്യൂറേഷനുള്ള വീഡിയോസ്. കോവിഡ് വന്നപ്പോൾ രണ്ടുപേരും കോളേജ് ഡ്രോപ്പ് ചെയ്ത് ഫിലിം മേക്കിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പോകെ അവരുടെ ചാനൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിലും എത്തി. 1999 ജനിച്ച ബാക്കർ US അലബാമയിലാണ് തൻ്റെ കുട്ടിക്കാലം ചിലവിട്ടത്. സ്കൂളിൽ നിരന്തരം Cയും Dയും ഗ്രേഡുകൾ കിട്ടിക്കൊണ്ടിരുന്ന സ്റ്റുഡൻറ്റ്. പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഏർപ്പെട്ട അവൻ ഒരു റോക്ക് ബാൻഡിൽ അടക്കമുണ്ടായിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പല ലോക്കൽ പ്ലേസിലും അഭിനയിക്കുകയും ഒരു ഫിലിം ക്ലബ്ബ് തുടങ്ങുകയൊക്കെ ചെയ്തു. 11ാം വയസ്സിൽ കറി തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു ഹൊറർ ചിത്രം കണ്ടു. 2003 പുറത്തിറങ്ങിയ ഓൾഡ് ക്ലാസിക്കിൻ്റെ റീമേക്കായ ദ ടെക്സാസ് ചെയിൻസോ മാസക്കർ. ചിത്രം തുടങ്ങി 10-15 മിനിറ്റിനുള്ളിൽ ഒരു സ്ത്രീ സ്വയം വെടിവെക്കും. ആ സീൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്കായിരുന്നെന്നാണ് കറി പറയുന്നത്. അന്നത്തെ രാത്രി അവൻ പേടിച്ച് അമ്മയോടൊപ്പമാണ് ഉറങ്ങിയത്. തനിക്ക് ഏറ്റവും വലിയ പേടി സമ്മാനിച്ചെങ്കിലും അന്നത്തെ ആ ഷോക്ക് കറിക്ക് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് കൂടിയായിരുന്നു.